വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. സ്റ്റേജ് 2 എക്സാമിന് LGS എക്സാമിന് പോകുന്നവർക്കും കൂടെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ കുറച്ച് നിയമനങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ശ്രീ എ ഷാജഹാൻ. ആരാണ്? ശ്രീ എ ഷാജഹാൻ ആണ് കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് ശ്രീ എ ഷാജഹാൻ. പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണ്? പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി 15 ദിവസമാണ്. പരമാവധി എത്ര ദിവസമാണ്? 15 ദിവസമാണ്. കേരളത്തില് ടെക്നോളജി എക്സ്പോ 2024 വേദി. കേരളത്തിലെ ടെക്നോളജി എക്സ്പോ 2024 വേദി എവിടെയാണ്? ഏതായിരുന്നു വേദി? കോഴിക്കോടാണ്. 2024 FSSAI റിപ്പോർട്ട് പ്രകാരം ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. 2024 FSSAI റിപ്പോർട്ട് പ്രകാരം ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1-ാമത് നിൽക്കുന്ന സംസ്ഥാനമാണ് ഏതാ? കേരളം. നെക്സ്റ്റ് വൺ, നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ സുസ്ഥിര വികസന സൂചികയിൽ 1-ാമത് നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് കേരളവും ഉത്തരാഖണ്ഡും. 1-ാമത് നിൽക്കുന്ന 2 സംസ്ഥാനങ്ങളാണ്, ഒന്ന് കേരളവും അടുത്തത് ഉത്തരാഖണ്ഡും. അടുത്തത്, കേരളത്തിന്റെ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരളത്തിന്റെ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വി ഹരി നായർ ആണ്. ആരാണ്? വി ഹരി നായർ. 2024 G20 ഉച്ചകോടി വേദി. 2024 G20 ഉച്ചകോടി വേദി ബ്രസീലാണ്. 2024 G20 ഉച്ചകോടി വേദി ബ്രസീല്. വനം വകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രമേളയുടെ പേരാണ് മയിൽപീലി. വനം വകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്ര മേളയുടെ പേരാണ് മയിൽപീലി. എന്താണ്? മയിൽപീലി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ. ആരാണ്? നിതിൻ മധുക്കർ ജാംദാർ. ആരാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്? നിതിൻ മധുക്കർ ജാംദാർ. ഇനി അടുത്തത്, ലോകത്തിലെ ആദ്യ വേദഘടികാരം. ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിതമാകുന്നത് ഉജ്ജയിൻ. എവിടെയാണ്? ഉജ്ജയിനിലാണ്. ലോകത്തെ ആദ്യത്തെ വേദഘടികാരം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഉജ്ജയിൻ. ഇനി അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ലിഥിയം ഖനി വരുന്നത് എവിടെ? ഇന്ത്യയിൽ ആദ്യമായി ലിഥിയം ഖനി നിലവിൽ വരുന്നത് ഛത്തീസ്ഗഡിലെ കോർബയിലാണ്. ഛത്തീസ്ഗഡിലെ കോർബ. എവിടെയാ വരുന്നത്? ഛത്തീസ്ഗഡിലെ കോർബ. കേരള ലോകായുക്ത ആരാണ്? കേരള ലോകായുക്ത N അനിൽകുമാർ. കേരള ലോകായുക്ത N അനിൽകുമാർ ആണ്. കേരളത്തിലെ 49ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ശാരദ മുരളീധരൻ. കേരളത്തിലെ 49ാമത് ചീഫ് സെക്രട്ടറിയാണ് ശാരദ മുരളീധരൻ. 1975 ഒരു അടിയന്തരാവസ്ഥ നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. നമ്മൾ അടിയന്തരാവസ്ഥ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ആ ജൂൺ 25 ഏത് ദിനമായി ആചരിക്കാനാണ് സെൻട്രൽ ഗവൺമെന്റ് വിജ്ഞാപനം ഇറക്കിയത്? ഭരണഘടനാ ഹത്യാ ദിനം. 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആ ദിനം ജൂൺ 25 ഏത് ദിനമായി ആചരിക്കാൻ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് വിജ്ഞാപനം ഇറക്കി? ഭരണഘടനാ ഹത്യാ ദിനം. ഏതാണ്? ഭരണഘടനാ ഹത്യാ ദിനം. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് പി ഹരീഷ് ആണ്.
ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലെങ്കിൽ നിയമിക്കപ്പെട്ടത് പി ഹരീഷാണ്. 2025 ഓസ്കാർ അവാർഡിലേക്കുള്ള 2025 ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതാണ്? ലാപത്ത ലേഡീസ്. 2025 ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ലാപത്ത ലേഡീസ്. ഏതാണ്? ലാപത്ത ലേഡീസ്. കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുതിയ പേരെന്ത്? കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുതിയ പേരാണ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. എന്താ പേര്? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ്. അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ഓവർലോഡ്. ഓപ്പറേഷൻ ഓവർലോഡ്. അടുത്തത് കേരള അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണക്കുറുപ്പ്. കേരള അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണക്കുറുപ്പ്. അടുത്തത് കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി. ആരാണ്? അഡ്വക്കേറ്റ് പി സതീദേവി. ആരുടെ പുതിയ നോവലാണ് അല്ലോഹലൻ? ആരുടെ പുതിയ നോവലിന്റെ പേരാണ് അല്ലോഹലൻ? അംബികാസുധൻ മാങ്ങാട്. ആരുടെയാണ്? അംബികാസുധൻ മാങ്ങാട്. നമുക്കറിയാം എൻമഗാജെ അല്ലെ, നമ്മൾ കേട്ടിട്ടുള്ള നോവലാണ് അദ്ദേഹത്തിന്റെ, എപ്പോഴും PSC ചോദിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പുതിയൊരു നോവലാണ്, അംബികാസുധൻ മാങ്ങാടിന്റെ പുതിയൊരു നോവലാണ് അല്ലോഹലൻ. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്ന്. ദേശീയ ഊർജ സംരക്ഷണ ദിനമാണ് ഡിസംബർ 14. ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്ര? 6. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണമാണ് 6. എത്ര മെഡല്? 6 ട്ടോ. പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത് 2024 ജൂലൈ 1. 2024 ജൂലൈ 1. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വരുന്നത് ബാംഗ്ലൂര്. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഓങ്കോളജി സെന്റർ എവിടെയാണ്? ബാംഗ്ലൂര്. AI അധിഷ്ഠിത ഓങ്കോളജി സെന്റർ. നെക്സ്റ്റ് വൺ, 2024 അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം. എന്നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം? മാർച്ച് 8. അപ്പൊ 2024 അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയമാണ് ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. അടുത്തത്, കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേരെന്ത്? ജൻ പോഷൻ കേന്ദ്രം. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടയ്ക്ക് നൽകുന്ന പുതിയ പേരാണ് ജൻ പോഷൻ കേന്ദ്രം. എന്താണ്? ജൻ പോഷൻ കേന്ദ്രം. അടുത്തത്, ദാമ്പത്യത്തിലെ സ്വകാര്യത മൗലിക അവകാശമാണ് എന്ന് അടുത്തിടെ വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏത്? മദ്രാസ് ഹൈക്കോടതി. ദാമ്പത്യത്തിലെ സ്വകാര്യത മൗലിക അവകാശമാണ് എന്ന് അടുത്തിടെ വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. ഔദ്യോഗിക വൃക്ഷം, ഔദ്യോഗിക ജീവി, ഔദ്യോഗിക പക്ഷി എന്നിവ, ഔദ്യോഗിക ചെടി എന്നിവ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്താണ് ഏതാ? കാസർഗോഡ്. ഏതാണ്? കാസർഗോഡ്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അടുത്ത ദിവസത്തെ സ്റ്റേജ് 2 എക്സാമിന് പോകുന്ന LGSന്റെ കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാണ്. LGSന്റെ കുട്ടികൾക്ക് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന 10th പ്രിലിംസും ഇനി ഈ PSC നടത്താൻ പോകുന്ന ഏത് പരീക്ഷകൾക്കായാലും ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആണ്. അപ്പൊ നന്നായി പഠിച്ച് എല്ലാവർക്കും നല്ല ഭംഗിയായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ. എല്ലാവർക്കും
ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ട്ടോ.